അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇയാൾ കുടുങ്ങിയൊരു കുടുക്കം കേട്ടോ, പേരോട് കുടുങ്ങിയൊരു കുടുക്കാ പറയാൻ പോകുന്നത്. എന്താ? ആയത്തിന് അർത്ഥം കൊടുത്തപ്പോ പേരോട് കൊടുക്കുന്ന ഒരു കുടുക്കം. വിശുദ്ധ ഖുർആനിൽ മൂപ്പരി അർത്ഥം വെക്കുകയാണ്, വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽമിൻ എന്ന ആയത്തിന് അർത്ഥം വെക്കുമ്പോ അല്ലാഹുവിനോടത്ത് വജഅലൂ ലില്ലാഹി, അവര് അല്ലാഹുവിനെ നിശ്ചയിക്കുന്നു, ശുറകാഅൽ ജിന്ന, ജിന്നുകളാകുന്ന പങ്കാളികളെ. അല്ലാഹുവിനെ അവർ പങ്കാളികളെ നിശ്ചയിച്ചു. ആ അള്ളയല്ലേ അവരെ പടച്ചത് എന്നാ ഖുർആൻ പറയുന്നത്. ഇവിടെ മൂപ്പരൊരു കുടുക്കം കുടുങ്ങി. അതെന്താ അറിയോ? ആദ്യത്തെ അള്ളാഹ്ക്ക് മൂപ്പര് അർത്ഥം വെച്ചു സങ്കല്പത്തിൽ അള്ളാഹ്. നോക്കണം നിങ്ങൾ, ശരിക്കും മനസ്സിലായിക്കോ. വജഅലൂ ലില്ലാഹി എന്നിടത്ത് പേരോടെന്താ അർത്ഥം കൊടുക്കുന്നത്? അവർ സങ്കല്പിക്കുന്ന അള്ളാഹ്ക്ക് അവർ നിശ്ചയിച്ചു ശുറകാൽ ജിന്ന, ശുറകാൽ ജിന്ന, ജിന്നുകളാകുന്ന പങ്കാളികളെ അവർ നിശ്ചയിച്ചു. സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് അവർ പങ്കുകാരെ നിശ്ചയിച്ചെങ്കിൽ അള്ളാഹ്ക്ക് എന്താ ഛേദം? സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് അവർ പങ്കാളികളുണ്ടെന്ന് പറഞ്ഞാൽ ഒറിജിനൽ അള്ളാഹുവിന് എന്താ നഷ്ടം, എന്താ ഛേദം? എന്നിട്ട് മൂപ്പര് അവിടെ അർത്ഥം കൊടുത്തു. പിന്നെ തൊട്ട് വരുന്നത് വഖലഖഹും എന്നാ പിന്നെ വരുന്നത്. അപ്പൊ എന്താ ശരിക്കും അർത്ഥം പറയേണ്ടത്? അവരെ പടച്ചത് ആ സങ്കല്പത്തിലുള്ള അള്ളയാണ്. മൂപ്പര് ആലോചിച്ചു, അത് പറഞ്ഞാൽ കുടുങ്ങുമല്ലോ. അവരെ പടച്ചൊരു സങ്കല്പത്തിലുള്ള അള്ളാഹ്. ഇപ്പൊ സലഫി വരുമ്പോ ചോദിക്കൂലേ, സങ്കല്പ അള്ളാഹ് പടക്കും ചെയ്യോ പേരോടെ ചോദിക്കുമല്ലോ. അപ്പൊ മൂപ്പര് അവിടെ അവരെ പടച്ചത് അള്ളാഹുവാണ്. അപ്പൊ സങ്കല്പം പോയി. നോക്കണം, അവിടെ എത്തിയപ്പോ സങ്കല്പം പോയി. ആദ്യത്തതിന് സങ്കല്പം എന്ന് അർത്ഥം കൊടുത്തു, രണ്ടാമത്തതിന് സങ്കല്പം എന്ന് പോവുകയും ചെയ്തു. കേട്ടോളി നിങ്ങൾ ആ രംഗൊന്ന് ശരിയായിരിക്കും. അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം. ശരിക്കും മനസ്സിലാക്കി വെച്ചു. അല്ലാഹ് പറയുന്നു ജഅലൂ ലില്ലാഹി, അവരെ സങ്കല്പിക്കുന്ന അല്ലാഹുണ്ടല്ലോ, ആ അല്ലാഹ്ക്ക് അവരതാ സ്ഥാപിച്ചിരിക്കുന്നു. ജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന, ആരെയാ സ്ഥാപിച്ചത്? കൂറുകാരെ. ആരാ അള്ളാന്റെ കൂറുകാർ എന്നവർ പറഞ്ഞത്? അൽ ജിന്ന, ജിന്നിനെ, മലക്കിനെ. മലക്കല്ലാന്റെ കൂറുകാരാണ് എന്നവർ വാദിച്ചു. പിന്നെയോ അള്ളാഹ് പറയുന്നു വഖലഖഹും, ആ മലക്കിനെ, ജിന്നിനെ പടച്ചതള്ളയാണ് താനും. വഖറഖൂ ലഹു ബനീന വബനാതിൻ, അവര് പച്ചക്കള്ളം പറഞ്ഞു അള്ളാഹിനെ പറ്റി. എന്താ പറഞ്ഞത്? ബനീന, ആൺമക്കളുണ്ട് എന്ന് പറഞ്ഞു. കേട്ടില്ല ഇപ്പൊ നിങ്ങള്? വജഅൽ, ഒരേ ആയത്തിൽ അള്ളാഹ് എന്നിടത്ത് രണ്ടർത്ഥം. പെട്ടെന്ന് മനസ്സിലായോ? വജഅലൂ ലില്ലാഹി, എന്താ ശരിക്കും അർത്ഥം? അള്ളാഹുവിന്, ഒറിജിനൽ അള്ളാഹ് തന്നെ അവർ നിശ്ചയിച്ചത് പങ്കാളികളെ. സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് ഒരു പങ്കാളികളെ നിശ്ചയിച്ചോട്ടെ. അള്ളാഹ് എന്താ? അള്ളാഹ് വിമർശിക്കുകയാണല്ലോ ശേഷം. വജഅലൂ ലില്ലാഹി, പേരോട് അർത്ഥം വെച്ച് കുടുങ്ങുകയാണ്. സങ്കല്പത്തിലെ അള്ളാഹ്ക്ക് അവർ നിശ്ചയിച്ചു. കുറച്ചിണ്ടെത്തിയപ്പോ പിന്നെയും വരുന്നു വഖലഖഹും. അപ്പൊ സങ്കല്പം അള്ളാഹ് പടക്കുന്നു പറയാൻ വയ്യല്ലോ. അവിടെ കളം മാറി ചവിട്ടി. ഒന്നുകൂടെ കേൾപ്പിച്ച്, ഒന്നുകൂടെ കേൾക്കട്ടെ ആളുകൾ. അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം. ശരിക്കും മനസ്സിലാക്കി വെച്ചു. അല്ലാഹ് പറയുന്നു ജഅലൂ ലില്ലാഹി, അവരെ സങ്കല്പിക്കുന്ന അള്ളയുണ്ടല്ലോ, ആ അള്ളാഹ്ക്ക് അവരതാ സ്ഥാപിച്ചിരിക്കുന്നു. ജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന, ആരെയാ സ്ഥാപിച്ചത്? കൂറുകാരെ. ആരാ അള്ളാന്റെ കൂറുകാർ എന്നവർ പറഞ്ഞത്? അൽ ജിന്ന, ജിന്നിനെ, മലക്കിനെ. മലക്കല്ലാന്റെ കൂറുകാരാണ് എന്നവർ വാദിച്ചു. പിന്നെയോ അള്ളാഹ് പറയുന്നു വഖലഖഹും, ആ മലക്കിനെ, ജിന്നിനെ പടച്ചതള്ളയാണ് താനും. വഖറഖൂ ലഹു ബനീന വബനാതിൻ, അവര് പച്ചക്കള്ളം പറഞ്ഞു അള്ളാഹിനെ പറ്റി. എന്താ പറഞ്ഞത്? ബനീന, ആൺമക്കളുണ്ട് എന്ന് പറഞ്ഞു. കണ്ടില്ലേ? ഇപ്പോ ആർക്കും മനസ്സിലാകുന്ന ഒരു തട്ടിപ്പാണ്. കുടുങ്ങണേ. കാരണം ജഅലൂ ലില്ലാ എന്നുള്ളിടത്ത് സങ്കല്പ അള്ളാഹ് എന്ന് പറഞ്ഞു. കുറച്ചപ്പുറത്തെത്തിയപ്പോ അള്ളാഹ് പടച്ചൂനാ വരാൻ പോണത്. പിടികൂടൂലേ ആളുകള്? സാധാരണക്കാരെ ആളുകൾ ചിന്തിക്കുമ്പോ ആവർത്തിച്ച് ഈ സീഡിങ്ങനെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുമ്പോ മനസ്സിലാകൂലേ? അപ്പൊ എവിടെയാ എത്തിയത്? ഖുർആനിന് തോന്നിയതുപോലെ അർത്ഥം പറയാ.
ഖുർആനിന് ദുർവ്യാഖ്യാനം നടത്തുക.